വണ്ടി ഷെവർലെറ്റ് അവിയോ പെട്രോളാണ് വണ്ടി. അതിൽ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയറിലെ വീൽ ബെയറിങ് മാറ്റണം. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലച്ച് ഭയങ്കര ഹാർഡാണ്. നല്ല ഹാർഡെന്ന് പറഞ്ഞാൽ നല്ല ഹാർഡാണ് ക്ലച്ച്. നമുക്ക് ഒരു കാലം കൊണ്ട് ചവിട്ടിയാൽ തന്നെ പ്രസ്സാക്കിയാൽ തന്നെ ആവാത്ത പോലെയാണ് ഹാർഡായിരിക്കുന്നത്. ഇതിപ്പോൾ എത്രത്തോളം നമ്മൾ ചവിട്ടി പ്രസ് ചെയ്താലും ഇതിൻ്റെ താഴത്തേക്ക് പോകുന്നില്ല. ഇതുണ്ടോ, ഇത് ഒന്ന് നമ്മുടെ പ്രഷർ പ്ലേറ്റ് കംപ്ലൈൻറ്റ് വരാം, ഇല്ലെങ്കിൽ താഴത്തെ സിലിണ്ടറിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഈ സെയിം കംപ്ലൈൻറ്റ് വരും. മുകളിലത്തെ സിലിണ്ടറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് ഇത്രയും ഹാർഡ് വരില്ല. ഈ മുകളിലത്തെ സിലിണ്ടറിൻ്റെ ഹാർഡ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലീഡിങ് നിപ്പിൾ അഴിച്ചു വിട്ടിട്ട് ഒന്ന് ചവിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇത് അത്രയും ടൈറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. നമ്മൾ നോക്കി അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഒന്നിലെ താഴത്തെ സിലിണ്ടർ അല്ലാന്നുണ്ടെങ്കിൽ ക്ലച്ച് സെറ്റ്. എന്തായാലും നമ്മൾ ക്ലച്ച് സെറ്റ് ഗിയർ ബോക്സ് ഇറക്കുന്നുണ്ട്. ഇറക്കിയിട്ട് ഗിയർ ബോക്സ് നോക്കി നമുക്ക് അതിൻ്റെ സിലിണ്ടർ നോക്കി മാറ്റിവിടാം. അപ്പോൾ ഇറക്കിയാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റ് എത്രത്തോളം ഹാർഡായിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇറക്കിയിട്ട് നോക്കാം. അത് കണ്ടോ, ഭയങ്കര ഹാർഡാണല്ലോ. നമുക്ക് ചവിട്ടിയാലും കറക്റ്റ് നമ്മൾ നല്ലോണം പ്രസ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഞാൻ ബാക്ക് സീറ്റിൽ ചാരി അങ്ങ് പ്രസ് ചെയ്യാണ്. അത്രയും പ്രസ് ചെയ്തിട്ട് ഈ പെഡൽ ഒട്ടും തന്നെ താഴത്തേക്ക് പോകുന്നില്ല. അപ്പോൾ എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്കൊന്ന് അഴിച്ച് നോക്കാം. അഴിച്ച് നോക്കിയിട്ട് എന്താ വേണ്ടത് ചെയ്യാം. നമുക്ക് ക്ലച്ച് സെറ്റ് അഴിക്കാനായിട്ട് മൗണ്ട് അഴിക്കണം. അതുപോലെ തന്നെ ബാക്കിലൊരു ഗിയർ ബോക്സ് ബെഡ് വരുന്നുണ്ട്, ആ ബെഡ് അഴിക്കണം. പിന്നെ അതുപോലെ ഗിയറിൻ്റെ കേബിള്, സ്പീഡോമീറ്ററിൻ്റെ വയർ, പിന്നെ അതുപോലെ 2 ഡ്രൈവ് ഷാഫ്റ്റ്, 2 ഹബ്ബ് എല്ലാം അഴിച്ചതിന് ശേഷം നമുക്ക് ഈ സിലിണ്ടറിൻ്റെ മെയിൻ സിലിണ്ടർ ക്ലച്ച് സിലിണ്ടറിൻ്റെ പൈപ്പ് ലൈനും കൂടെ വിടിക്കുക. അത് ഇവിടെ നിന്ന് വിടിച്ചാലും മതി, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുത്താലും ഇവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇത് അഴിച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചിട്ട് ഗിയർ ബോക്സിൻ്റെ ചുറ്റ് ബോൾട്ടും സ്റ്റാർട്ടർ മോട്ടറിൻ്റെ വയറിങ്ങും അഴിച്ചതിന് ശേഷം നമുക്ക് ഗിയർ ബോക്സ് പുറത്തെടുത്തിട്ട് നമുക്ക് നോക്കാം ഉള്ളിൽ എന്താണ് ക്ലച്ചിൻ്റെ കണ്ടീഷൻ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഗിയർ ബോക്സ് കംപ്ലീറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ലിവറിലൊന്നും കംപ്ലൈൻ്റ് ഇല്ല, കറക്റ്റ് സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ റിലീസ് ബെയറിങ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോൾട്ട് അഴിച്ചതിന് ശേഷം മാത്രമേ ഇത് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. 13-ൻ്റെ ബോൾട്ടാണ്. ആ ബോൾട്ട് അഴിച്ചാൽ മാത്രമേ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഭാഗത്തൊന്നും വലിയ കുഴപ്പമില്ല, നമുക്ക് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതി അതിനകത്ത്. പിന്നെ ക്ലച്ച് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ലൈൻ കറക്റ്റായിട്ട് ഗ്രൂ ആയിട്ട് കാണും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂളിങ്ങിനും അതുപോലെ തന്നെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് ഈ ലൈൻ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ക്ലച്ച് പ്ലേറ്റിൻ്റെ കൂളിങ്ങിനും, പിന്നെ അതുപോലെ നമുക്ക് പെട്ടെന്ന് ഇൻഡിക്കേഷനായിട്ട് കൊടുത്തിരിക്കാം. അപ്പോൾ ഇത് ഫുള്ള് തേഞ്ഞാലേ റിവെറ്റിലേക്ക് വരുള്ളൂ. റിവെറ്റിനേക്കാളും കുറച്ച് ഹൈറ്റ് കൂടുതലായിരിക്കും ഈ ഗ്രൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് പോയി, ഒന്നുമില്ല ഇതിനകത്ത്, കംപ്ലീറ്റ് തേഞ്ഞ് കിടക്കുക. അതുപോലെ തന്നെ റിലീസ് ബെയറിങ്ങും നമ്മൾ ക്ലച്ച് സെറ്റ് മാറുമ്പോൾ എപ്പോഴും റിലീസ് ബെയറിങ് കൈയോടുകൂടെ മാറ്റണം. പക്ഷേ ഇതും കംപ്ലൈൻറ്റും ഉണ്ട് ഇതിനകത്ത്, നല്ലോണം തേയ്മാനം സംഭവിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അതുമാത്രമല്ല ബെയറിങ് ചെറുതായിട്ടൊരു പിടുത്തവും സൗണ്ടും ഉണ്ട്. പിന്നെ നമുക്ക് ക്ലച്ച് ഹാർഡായിട്ട് വന്നത് ഇതിൻ്റെ ലെഗ് മൊത്തം അൺഈവനായിട്ട് നിൽക്കുന്നത്, കറക്റ്റ് ലെഗായിട്ട് നിൽക്കുന്നുണ്ടോ, ഇത് താന്നാണ് നിൽക്കുന്നത്. അതുപോലെ ഇതും താന്നിട്ടാണ് നിൽക്കുന്നത്, ഇത് പൊങ്ങി നിൽക്കുക. ഇങ്ങനെ അൺഈവനായിട്ടാണ് ഇതിൻ്റെ ലെഗ് കംപ്ലീറ്റും നിൽക്കുന്നത്. ഒരു 3-4 ഫിംഗർ മൊത്തം താഴത്തേക്കും പിന്നെ മുകളിലേക്കുമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഫിംഗർ കംപ്ലീറ്റും ഹാർഡാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രഷർ എത്ര കൊടുത്താലും ഇതിനകത്ത് പ്രസ് ആവാത്തത്. അതാണിപ്പോൾ നമ്മൾ നോക്കിയതിൽ കംപ്ലൈൻ്റ് ഉള്ളത്. അത് മാത്രമല്ല മൊത്തം ഒരു തുരുമ്പിൻ്റെ ഒരു നിന്ന് വണ്ടി ഒരുപാട് നിർത്തിയിട്ടതുപോലുള്ളൊരു കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണുന്നത്. എന്തായാലും നമുക്ക് ക്ലച്ച് സെറ്റ് കംപ്ലീറ്റ് മാറി തന്നെ പ്രശ്നം സോൾവ് ആവും. അതിൻ്റെ കൂടെ നമുക്ക് ക്ലച്ചിൻ്റെ സിലിണ്ടറും കൂടെ താഴത്തെ ഗിയർ ബോക്സിൽ വരുന്ന സിലിണ്ടറും കൂടെ മാറ്റി വിടാം. എപ്പോഴും ക്ലച്ചിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ഫുൾ ഓവറോൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ അതിനകത്ത് കിട്ടുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചവിട്ടാനായിരിക്കും അത്രയും ലോഡ് അതിനകത്ത് വന്നിട്ടുണ്ട്. ആ ലോഡ് വരുമ്പോൾ ആ സിലിണ്ടറിനും ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഓവറോൾ ചെയ്യുമ്പോൾ ക്ലച്ച് ഓവറോൾ ചെയ്യുമ്പോൾ ക്ലച്ചിൻ്റെ പാർട്സുകളെല്ലാം മാറ്റി വിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെർഫെക്ഷൻ ആവും. പിന്നെ നമുക്ക് കണ്ടീഷൻ നോക്കിയിട്ട് വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാം. എപ്പോഴും ചെയ്യുമ്പോൾ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റേതായ പെർഫെക്ഷൻ ഉണ്ടാവും അതിനകത്ത്. പിന്നെ കസ്റ്റമറുടെ ഒരു ഇതും കൂടെ നമ്മൾ ആലോചിക്കണം. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് കംപ്ലൈൻറ്റ് ഇല്ല ഗുഡാണെന്ന് പറഞ്ഞാൽ അത് കയറ്റുകയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഗിയർ ബോക്സിൻ്റെ മുകളിൽ വരുന്ന സിലിണ്ടർ എന്തായാലും മാറാം. ക്ലച്ച് MC മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ താഴത്തെ സിലിണ്ടർ എന്തായാലും മാറാം. അതുപോലെ ക്ലച്ച് സെറ്റും മാറാം, റിലീസ് ബെയറിങ്ങും മാറാം. അതുപോലെ തന്നെ ഇതിൽ വേറൊരു കംപ്ലൈൻറ്റ്, വാൾ കവർ നല്ല ലീക്കാണ്. കണ്ടോ, ഓയിൽ കംപ്ലീറ്റും പുറത്ത് വരിക, നല്ല ലീക്കാണ്, ഹെവി ലീക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വാൾ കവറും കൂടെ മാറ്റിവിടാം. വാൾ കവർ മാറാനായിട്ട് വേറെ ഒന്നുമില്ല, അതിൻ്റെ പ്ലഗ്
ഇഗ്നേറ്ററിൻ്റെ വയറിങ് പിടിച്ചതിന് ശേഷം 10 ബോൾട്ടുകളുണ്ട് ഒരെണ്ണം. അത് അഴിച്ചു വിട്ടാൽ മതി. അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്കത് മാറാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിൻ്റെ വാൾക്കർ പാക്കിങ് അയച്ചിട്ടുണ്ട്. ഈ ഭാഗം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ പേസ്റ്റ് ഇട്ടിട്ടും അതുപോലെ പാക്കിങ് മാറ്റിയിട്ട് കയറ്റാനായിട്ട്. ഈ സൈഡ് കംപ്ലീറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ കവർ ക്ലീൻ ചെയ്ത് പാക്കിങ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ചെറിയൊരു കോട്ടിങ് പേസ്റ്റ് മാത്രം ഇട്ടിട്ട് അതിനകത്ത് കയറ്റാം. അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് സെറ്റും റിലീസ് ബെയറിങ് ഇതിനകത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. റിലീസ് ബെയറിങ് ഇപ്പോൾ ഇത് പുതിയ റിലീസ് ബെയറിങ് ആണ്. അതുപോലെ തന്നെ ക്ലച്ച് സിലിണ്ടർ നമ്മൾ മേടിച്ചിട്ടുണ്ട്. വാല്യൂടെയാണ് മേടിച്ചിരിക്കുന്നത്. അതുപോലെ ക്ലച്ച് സെറ്റ് നമ്മൾ ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇതും വാല്യൂടെ തന്നെയാണ് നമ്മൾ ക്ലച്ച് സെറ്റും ഇതിനകത്ത് മേടിച്ചിരിക്കുന്നത്. അതിലിരിക്കുന്നത് സെയിം കമ്പനി തന്നെയാണ്, വാല്യൂടെ തന്നെയാണ്. ഗിയർ ബോക്സും കൂടെ കയറ്റിയിട്ട് നോക്കാം ഇതിനകത്ത്. അത് മാത്രമല്ല ഇതിന് വേറൊരു കംപ്ലൈൻറ്റും കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ റിലീസ് ബെയറിങ്ങിൻ്റെ ഫോർക്ക് ഉണ്ടല്ലോ, ക്ലച്ചിൻ്റെ ഫോർക്ക്, ഇത് ബെൻഡായിരുന്നു. അതിപ്പോൾ നമ്മൾ കറക്റ്റാക്കി വെച്ച് വെൽഡടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നേരത്തെ ഇങ്ങോട്ട് ഫുള്ളായിട്ട് തള്ളി നിൽക്കുമായിരുന്നു. അപ്പോൾ അതും ഒരു കാരണമാണ് ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റിന്. അപ്പോൾ നമ്മളതും കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്, കറക്റ്റ് പൊസിഷനിലാക്കി വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫുള്ളായി സെറ്റ് ചെയ്തിട്ട് ഗിയർ ബോക്സ് വണ്ടിനകത്ത് കയറ്റിയിട്ടു. നമ്മുടെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വീൽ ബെയറിങ് മാറിയത് റിയർ ലെഫ്റ്റ് സൈഡിലെ വീൽ ബെയറിങ്ങാണ് മാറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റും അതുപോലെ തന്നെ വീൽ ബെയറിങ്ങിൻ്റെ നോയ്സാണ് മെയിൻ കംപ്ലൈൻ്റായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കാം കംപ്ലൈൻറ്റ് സോൾവ് ആയോ ഇല്ല എന്നുള്ളത്. ക്ലച്ച് ഇപ്പോൾ കണ്ടോ പക്ക സ്മൂത്താണ്, നമുക്ക് പക്ക ഫ്രീ ആണ്. ഒരു വിരലോട് നമുക്ക് താത്തുന്നല്ല, പക്ക ഫ്രീ ആണ്. ഇപ്പോൾ ചുമ്മാ നമ്മൾ ഈ ആക്സിലേറ്റർ ചവിട്ടുന്ന ഒരു ഹാർഡ് പോലും ഇതിനകത്ത് ഇല്ല, പക്ക ഫ്രീ ആണ്. നമ്മൾ ഒരു വിരലുകൊണ്ട് തന്നെ നമുക്ക് ചവിട്ടാൻ പറ്റും. അത്രയും സ്മൂത്താണ് ഇപ്പോൾ ക്ലച്ചിൻ്റെ പെഡൽ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കാം വണ്ടി. അപ്പോൾ വണ്ടി നമ്മൾ ഓടിച്ച് നോക്കുകയാണ്. വണ്ടി ഓക്കെയാണ്, ഇപ്പോൾ പക്ക പെർഫെക്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ഉണ്ട് വണ്ടി. അതുപോലെ വീൽ ബെയറിങ്ങിൻ്റെ സൗണ്ടോ ഒന്നും തന്നെ ഇല്ല, പക്ക സൈലൻ്റ് ആണ്. അതുപോലെ ക്ലച്ചും നല്ല സ്മൂത്ത് ആയതുകൊണ്ട് ഓടിക്കാൻ നല്ലൊരു ഫീലാണ് ഇപ്പോൾ കിട്ടുന്നത്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് അത്രയും ഹാർഡാകാൻ കാരണം ഞാൻ കാണിച്ചെന്നല്ല. ഒന്ന് അതിൻ്റെ പ്രഷർ പ്ലേറ്റ് കംപ്ലൈൻ്റ് ആണ്, പിന്നെ അതുമാത്രമല്ല അതിൻ്റെ റിലീസിങ് ഫോർക്ക് ബെൻഡ് ഉണ്ടായിരുന്നു, അതും ഒരു കംപ്ലൈൻ്റ് ആണ്. പിന്നെ ക്ലച്ചിലെ താഴത്തെ സിലിണ്ടറും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ആകുമ്പോഴാണ് അത്രയും ഹാർഡ് ഉണ്ടായിരുന്നത് അതിനകത്ത്. അപ്പോൾ നമ്മൾ ആ ഭാഗം എല്ലാം ക്ലിയർ ചെയ്തു. എപ്പോഴും ക്ലച്ച് ചെയ്യുമ്പോൾ നമ്മൾ A to Z ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു പെർഫെക്ഷൻ അതിനകത്ത് കിട്ടുന്നത്. ഇതിപ്പോൾ ഒന്ന് ബെൻഡിങ് വെച്ച് ഒന്ന് ചെയ്യുമ്പോൾ ചെറിയൊരു മൈന്യൂട്ട് പ്രോബ്ലം അതിനകത്ത് ബെൻഡിങ് അങ്ങനെ നിൽക്കും. ഇത്ര ഒരു സ്മൂത്തോ ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലച്ച് നമ്മൾ ചവിട്ടുമ്പോൾ ഒരു സ്മൂത്തോ അതുപോലെ അതിൻ്റെ ഒരു പെർഫോമൻസോ 100% കിട്ടണം എന്നില്ല. ഇതിപ്പോൾ നമ്മൾ ക്ലച്ചിനെ മാത്രം മാറ്റി കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് സോൾവ് ആവും. അതുമാത്രമല്ല പെർഫോമൻസും ഉണ്ടാകും. പക്ഷേ ആ ഒരു ക്ലച്ചിൻ്റെ ഒരു ഫീല്, ആ ഒരു പുതിയ വണ്ടിയുടെ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ക്ലച്ചുമായി ബന്ധപ്പെട്ട എല്ലാ സാധനവും മാറ്റിയാൽ തന്നെ ആ ഒരു ഫീൽ അതിനകത്ത് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം ഇതൊരു 90% കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 10% അത് വീക്കായിരിക്കും. അത് പിന്നീടാണെങ്കിലും 1 month 2 month ആണെന്നുണ്ടെങ്കിൽ ഒരു 6 month ആണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ A to Z പാർട്സ് മാറ്റി കഴിഞ്ഞാൽ അത്രയും വൃത്തിയാകും. ഇപ്പം നമ്മളിപ്പോൾ മേലത്തെ സിലിണ്ടർ മാത്രം മാറിയിട്ടില്ല, ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. താഴത്തെ സിലിണ്ടർ അതുപോലെ തന്നെ ക്ലച്ച് സെറ്റ്, റിലീസ് ബെയറിങ്, അതിൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ അത് കംപ്ലീറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തന്നെ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ മുകളിലത്തെ സിലിണ്ടറും കൂടെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇനി നല്ല സ്മൂത്താവും വണ്ടി. പക്ഷേങ്കിൽ കസ്റ്റമർക്ക് അത്രയുള്ള എമൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. കംപ്ലൈൻ്റ് ആയിട്ടില്ല, പക്ഷെ നമ്മൾ ചെയ്താൽ അത്രയും നല്ലത്, അതിൻ്റെ ഒരു പെർഫോമൻസും കൂടെ കിട്ടും. ഇതിപ്പോൾ വണ്ടി ഓക്കെയാണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഗിയർ ബോക്സ് കയറ്റി കഴിഞ്ഞാൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ക്ലച്ച് വിടുമ്പോഴുള്ള അടി വരുന്നുണ്ടോ എന്ന് നോക്കണം. എന്ന് വെച്ചാൽ മൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കയറ്റുന്നതിൽ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ വിടുമ്പോഴും എടുക്കുമ്പോഴും നല്ലൊരു അടി ഉണ്ടാവും. അതേപോലെ തന്നെ മെയിനായിട്ട് നോക്കേണ്ടത് റിവേഴ്സലായിട്ട് നോക്കണം, അതുപോലെ സ്പീഡോമീറ്റർ കേബിളും നോക്കണം. ഇതാണ് നമ്മൾ മെയിനായിട്ട് അഴിക്കുന്ന സാധനം. പിന്നെ ക്ലച്ച് സെറ്റ് അത് ഓക്കെ ആവും, അത് ബുദ്ധിമുട്ടുണ്ടായില്ല. അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ഇടുമ്പോഴും അതുപോലെ റൺ ചെയ്യുമ്പോഴും അറിയാൻ പറ്റും, നേരെ തിരിച്ചറിയാൻ പറ്റും. ഇത് മെയിനായിട്ട് നോക്കേണ്ട കാര്യമാണ്. സ്പീഡോമീറ്റർ, റിവേഴ്സ് ലൈറ്റ്,
അതുപോലെ മൗണ്ട് ഫിറ്റിങ്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വണ്ടി പക്കാ സ്മൂത്താണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.